ഹായ്, സെമസ്റ്റർ 2 BSc ഓണേഴ്സ് സയൻസസ് വിദ്യാർത്ഥികളുടെ AEC3 അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസ് എന്ന പുസ്തകത്തിലെ ലെസൺ നമ്പർ 5 വണ്ടേഴ്സ് ഓഫ് സയൻസ്, ആൽബർട്ട് ഐൻസ്റ്റൈൻസ് 1930 ബെർലിൻ സ്പീച്ച്. ഈ പാഠത്തിന്റെ ഒരു സമറി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. എന്താ? ആദ്യമായി ഒരു ഇൻട്രോ നോക്കൂ. Albert Einstein was a German-born physicist famous for the theory of relativity. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് പേരുകേട്ട ഒരു ജർമ്മൻ വംശജനായ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. He won the 1921 Nobel Prize for Physics. 1921 ഫിസിക്സ്, അതായത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. He delivered the speech Wonders of Science at the 7th Great German Radio and Phonograph Exhibition in 1930. 1930 ബെർലിനിൽ വെച്ച് നടന്ന 7th ഗ്രേറ്റ് ജർമ്മൻ റേഡിയോ ആൻഡ് ഫോണോഗ്രാഫ് എക്സിബിഷനിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ് വണ്ടേഴ്സ് ഓഫ് സയൻസ്. ബ്രോഡ്കാസ്റ്റ് ലൈവ്, ഇറ്റ് അമേസ്ഡ് ദ ലിസണേഴ്സ്. അന്ന് തത്സമയം സംപ്രേക്ഷണം ചെയ്ത ഈ പ്രസംഗം അന്നത്തെ ശ്രോതാക്കളെ വളരെയധികം വിസ്മയിപ്പിച്ചു. ദ സ്പീച്ച് ഷോക്കേസ്ഡ് ദ റേഡിയോ ആസ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് അച്ചീവ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയ രംഗത്തെ ഒരു തകർപ്പൻ നേട്ടമായി ഈ പ്രസംഗം റേഡിയോയെ അവതരിപ്പിച്ചു. ഐൻസ്റ്റൈൻ praised scientists and engineers for their innovations. ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അവരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ ഐൻസ്റ്റൈൻ മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി. He also urged people to use technology responsibly. സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. He emphasized how science fosters democracy, cultural exchange and global unity. ജനാധിപത്യത്തെയും സാംസ്കാരിക വിനിമയത്തെയും ആഗോള ഐക്യത്തെയും എങ്ങനെയാണ് ഈ ശാസ്ത്രം വളർത്തിയെടുക്കുന്നതെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. His speech remains an inspiring call to respect science for its role in improving humanity. മനുഷ്യരാശിയുടെ അവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ ശാസ്ത്രത്തിന്റെ പങ്ക് അപാരമാണ്. ശാസ്ത്രത്തിന്റെ ആ പങ്കിനെ മാനിക്കാനുള്ള മഹത്തായ ഒരു ആഹ്വാനമായി ഐൻസ്റ്റൈന്റെ പ്രസംഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ആ പ്രസംഗം ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് ഈ പാഠം. ഇനി ഇതിന്റെ ഒരു സമ്മറി ഒന്ന് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈൻസ് 1930 സ്പീച്ച് Wonders of Science talks about the great achievements of science. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ വണ്ടേഴ്സ് ഓഫ് സയൻസ് എന്ന 1930 പ്രഭാഷണം ശാസ്ത്രത്തിന്റെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. He praises human curiosity and creativity for innovations like the radio. റേഡിയോ പോലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനിടയാക്കിയ മനുഷ്യരുടെ ജിജ്ഞാസയെയും സർഗാത്മകതയെയും അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കുന്നു. He mentions scientists like Ørsted, റെയ്സ്, ബെൽ, മാക്സ്വെൽ, ഹെർട്സ് ആൻഡ് ലീബൻസ്. ഇപ്പറഞ്ഞ ശാസ്ത്രജ്ഞരെ തന്റെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നു. Their work helped create tools for communication. ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങൾ സൃഷ്ടിക്കാൻ അവരുടെ ജോലി സഹായിച്ചു. എഞ്ചിനീയേഴ്സ് ഓൾസോ പ്ലേഡ് എ ബിഗ് റോൾ. നമ്മുടെ എഞ്ചിനീയർമാർക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. They made these tools simple and available to everyone. അവർ ഈ ഉപകരണങ്ങൾ വളരെ ലളിതമാക്കി, അതോടൊപ്പം എല്ലാവർക്കും ലഭ്യവുമാക്കി. ഐൻസ്റ്റൈൻ warns people not to use science without thinking. ചിന്തിക്കാതെ വെറുതെ അലക്ഷ്യമായി ശാസ്ത്രത്തെ ഉപയോഗിക്കരുതെന്ന് ഐൻസ്റ്റൈൻ മുന്നറിയിപ്പ് നൽകുന്നു. He says we should not take these wonders for granted. ഈ അത്ഭുതങ്ങളെ നാം നിസ്സാരമായി കാണരുതെന്ന് അദ്ദേഹം പറയുന്നു. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേക്ക് ലൈഫ് ബെറ്റർ.
ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നു. They also make art and knowledge accessible to all, not just the rich. കലയും അറിവും സമ്പന്നർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിൽ ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സാധ്യമാക്കിയെടുക്കുന്നു. ഐൻസ്റ്റൈൻ ബിലീവ്സ് ദ റേഡിയോ ഈസ് സ്പെഷ്യൽ. ഈ റേഡിയോ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയാണെന്ന് ഐൻസ്റ്റൈൻ വിശ്വസിക്കുന്നു. ഇറ്റ് ക്യാൻ ഹെൽപ്പ് കണക്ട് പീപ്പിൾ എറൗണ്ട് ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് ക്യാൻ ഷോ ഡിഫറെന്റ് കൾച്ചേഴ്സ് ഇൻ എ ഫ്രണ്ട്ലി വേ. വ്യത്യസ്ത സംസ്കാരങ്ങളെ വളരെ സൗഹൃദപരമായി കാണിച്ചു കൊടുക്കാൻ നമ്മുടെ റേഡിയോയ്ക്ക് കഴിയും. ദിസ് ക്യാൻ റീപ്ലേസ് മിസ്ട്രസ്റ്റ് വിത്ത് ഫ്രണ്ട്ഷിപ്പ്. അവിശ്വാസത്തിന് പകരം സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ റേഡിയോയ്ക്ക് കഴിയും. ഹി ആസ്ക്സ് എവ്രി വൺ ടു ലുക്ക് അറ്റ് സയൻസ് വിത്ത് റിസ്പെക്ട്. ശാസ്ത്രത്തെ വളരെ ആദരവോടെ കാണണമെന്നും മനുഷ്യരാശിയോട് നമ്മുടെ ഐൻസ്റ്റൈൻ ആഹ്വാനം ചെയ്യുന്നു. വി ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്സ് പവർ ടു ഇംപ്രൂവ് അവർ ലൈവ്സ് ആൻഡ് ബ്രിങ് പീപ്പിൾ ടുഗെദർ. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും ആളുകളെ കൂട്ടിയിണക്കാനുമുള്ള ശാസ്ത്രത്തിന്റെ ശക്തിയെ, കഴിവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നും ഐൻസ്റ്റൈൻ പറയുന്നു. ഇതാണ് ഈ പാഠത്തിന്റെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I'll see you again soon with another video. Until then, bye-bye.